പിന്നെ നമ്മളിവിടെ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്റർ ആണ് പറയുന്നത്. 4ാമത്തെ ചാപ്റ്റർ അലോങ് വിത്ത് ദ മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, ട്രെയിന് മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെയോ ഫെറീസ് വീൽ, നമ്മൾ ആകാശത്തൊട്ടിലെന്ന് പറയപ്പെടുന്നതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 കാണിച്ചതും തമ്മിൽ എല്ലാം മൂവ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു കുട്ടികളോട്, മൗണ്ടൻ മൂവ് ചെയ്യുന്നുണ്ടോ, റോക്ക് മൂവ് ചെയ്യുന്നുണ്ടോ, ബിൽഡിങ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. കാണുമ്പോൾ സ്റ്റേഷനറി ആണെങ്കിലും പിന്നെ നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇത് പ്ലാനറ്റ്സിൻ്റെ കാര്യങ്ങളും ഷാഡോസിൻ്റെ കാര്യങ്ങളും രാത്രിയാവുന്നതും പകലാവുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. യെസ്, നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. പ്ലൂട്ടോ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിയമം അനുസരിക്കാത്ത ആളുകളെ പുറത്താക്കുമല്ലോ, അതുപോലെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബോഡിയിലുള്ള മോഷൻസ് പറഞ്ഞു അല്ലേ. ബ്ലഡ് സർക്കുലേഷൻ ആയാലും ബ്രീത്തിങ് ആയാലും ഹെഡ് ബീറ്റ് ആയാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗോലി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗോലി ഉപയോഗിച്ചിട്ട്, മാർബിൾ ഉപയോഗിച്ചിട്ട്, കോട്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാം. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, ഫോർത്ത് കേസ്. ഈ 4 കേസുകളും പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ജനറലായിട്ടൊരു കാര്യത്തിൽ എത്തിപ്പെട്ടു അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് നമുക്ക് മൂവ് ചെയ്യാൻ എന്ത് കൊടുക്കണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. പിന്നെയോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ, ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ. നമ്മൾ മുസമ്മിലിനെ വെച്ചിട്ട് തള്ളി, അപ്പോൾ മുസമ്മിൽ നീങ്ങിപ്പോയി. ഓടി വന്ന മുസമ്മിലിനെ നമ്മൾ പിടിച്ചു നിർത്തി. 2 ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്തു, ഫോഴ്സ്, ഒരു ബലം കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, റെസ്റ്റിലേക്കാക്കിയതും റെസ്റ്റിൽ നിന്ന് മൂവിങ് ആക്കിയതും അല്ലേ. ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് മോഷൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലേ. ഇതാ ഒരു കല്ല്, ഹാമർ ത്രോ പോലത്തെ അല്ലേ, ഒരു കല്ലിൽ ഒരു കയറ് കെട്ടി ഇങ്ങനെ വട്ടത്ത് കറക്കുകയാണ്. പിന്നെയോ സ്പിന്നറുണ്ട്, പിന്നെ പഴുത്ത മാങ്ങ വീഴുന്നുണ്ട്, പിന്നെയോ നമ്മളെ വെഹിക്കിളിൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് നീങ്ങുന്നുണ്ട്, കുട്ടികളുടെ ട്രെയിൻ ടോയ് എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലാർ പാത്തിൽ പിന്നെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ എത്ര തരത്തിലുള്ള മോഷനാണ് ഉള്ളത്, കുറേ മോഷനുണ്ട്. അതിൽ തന്നെ കുറേ സിമിലാരിറ്റീസ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെയോ നമ്മളെ കണ്ണിലൊക്കെ ആക്കുന്ന പിന്നെ പുല്ലിൻ്റെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി ഉണ്ടാവില്ലേ. പിന്നെയോ ഒരു ഗൺ ഷോട്ട്, പിന്നെ സ്മാഷ് അടിക്കുന്ന വോളിബോൾ. നമ്മൾ വോളിബോൾ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കളിച്ചില്ല, PTക്ക് ഇതേ കളറല്ല ബോളിനുണ്ടായിരുന്നത്. പിന്നെയോ എന്നിട്ട് നമ്മൾ പറഞ്ഞു, നമ്മളതിൻ്റെ തിയറിയിലേക്ക് എത്തി. ലീനിയർ മോഷൻ അല്ലേ. ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് ദ സ്ട്രൈറ്റ് ലൈൻ. ഒരു പെൻസിലും സ്കെയിലും എടുത്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരക്കും അല്ലേ. പെൻസിലും സ്കെയിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കും. അപ്പോൾ അവിടെ നടന്ന മോഷൻ എന്താണ്, ലീനിയർ മോഷനാണ് അല്ലേ. ഒരു ലൈനാണ് നമ്മൾ ആദ്യം വരച്ചത്. പിന്നെയോ പിന്നെ ഇതാ ഫാളിങ് ഓഫ് എ മാംഗോ, ഒരു മാങ്ങ എന്ത് ചെയ്തു, തലയിൽ വീണു അല്ലേ. ആരുടെ തലയില്ല, മാങ്ങയല്ല, നമ്മൾ ആപ്പിളാണ് ന്യൂട്ടൻ്റെ തലയിൽ വീണു അല്ലേ. ഫാളിങ് ഓഫ് എ മാംഗോൻ്റെ ഒരു ചിത്രവും മേലില്ല. പിന്നെയോ ഡ്രിപ്പിംഗ് ഓഫ് റെയിൻ വാട്ടർ, മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. പിന്നെയോ ബുള്ളറ്റ് ഫ്രം എ ഗൺ, സ്മാഷ്ഡ് വോളിബോൾ, അതൊക്കെ നമ്മൾ മേലെ കണ്ടു. പിന്നെയോ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ, ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, പിന്നെയോ ഹവർ സൂചി ഒക്കെ കറങ്ങുന്നുണ്ട്. പിന്നെ ഫാൻ്റെ ലീഫ് കറങ്ങുന്നുണ്ട് അല്ലേ. ഫാൻ്റെ ലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാൻ്റെ ലീഫ് കറങ്ങുന്നുണ്ട്. പിന്നെയോ യെസ്, ക്ലോക്ക് കറങ്ങുന്നുണ്ട്, ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നുണ്ട് അല്ലേ. ഇതാ ഒരു കുട്ടി, ഇതാ ഹാമർ ത്രോ പോലത്തെ ഒരു ബോൾ, ഇങ്ങനത്തെ സ്മാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളുണ്ട് കേട്ടോ. ശരിക്കും നമ്മളെ കൈമേൽ വെച്ചിട്ട് മറ്റേ ചങ്ങായിനെ മൂത്തേക്ക് അടിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു കളിപ്പാട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെയോ യെസ്, ഒരു കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്ത്, ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു അല്ലേ. യെസ്, ഒരു സർക്കിൾ നമ്മൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഈ പെൻസിൽ മൂവ് ചെയ്ത പിന്നെ ആ പാത്ത് എങ്ങനെയാണ്, യെസ്. പിന്നെയോ അപ്പോൾ അതിനാണ് സർക്കുലാർ മോഷൻ. നമ്മളൊരു കോമ്പസ് എടുത്തിട്ട് നമ്മൾ വരച്ചത് എങ്ങനെയാണ് വരച്ചത്, യെസ്, ഒരു സർക്കിളാണ് വരച്ചത് അല്ലേ. അപ്പോൾ ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കുലാർ പാത്ത് ഈസ് കോൾഡ് സർക്കുലാർ മോഷൻ അല്ലേ. യെസ്, അതിൻ്റെ എക്സാമ്പിളുകൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ മേലെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ. ലീവ്സ് ഓഫ് എ ഫാൻ തന്നെ പറയണം. കുറച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ വേറൊരു കാര്യം വരുന്നുണ്ട്. ഇങ്ങനെ താഴോട്ട് പോയപ്പോൾ പിന്നെ കുറച്ച് സ്പിന്നർ കറങ്ങുന്നുണ്ട്. പിന്നെയോ വീല് കറങ്ങുന്നുണ്ട്. വീലിന് ഇവിടെ ഒരു
ആക്സിസിന് ചുറ്റുമാണ്. നമ്മൾ ഗ്ലോബ് ഗ്ലാസ്സിലെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കറക്കിയില്ലേ അല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, പിന്നെ ഒരു ആക്സിസ് ഉണ്ടല്ലേ, ഇതാ യെസ്, മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിൻ്റെ സ്വന്തം ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്, അത് കറങ്ങുന്നത് എങ്കിലോ നമ്മളൊരു ഗ്ലോബ് ഗ്ലാസ്സിലെടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചാന്നില്ലേ, യെസ്, ഇത് അങ്ങനെയാണ് കറങ്ങുന്നത് എങ്കിൽ എന്ത് പറയും, ഇനി റൊട്ടേഷൻ എന്ന് പറയും അല്ലേ, റൊട്ടേഷൻ എന്ന് പറയും. പിന്നെയോ റൊട്ടേഷൻ്റെ യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഫാൻ്റെ റോട്ടർ ഓഫ് എ ഫാൻ്റെ ലീഫ് അല്ലാത്ത ആ സെൻറ്ററിലുള്ളൊരു ഭാഗമില്ലേ, സെൻറ്ററിലുള്ളൊരു ഭാഗം അത് കറങ്ങുന്നില്ലേ, യെസ്. പിന്നെയോ റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്, ഒരു ടോപ്പ് നമ്മൾ സ്പിൻ ചെയ്യൂലേ. പിന്നെയോ തിരിപ്പെന്നെല്ലാം പറയുന്നൊരു സാധനം അതാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എടുത്തേക്ക് വന്നു, നോട്ടീസ് ദ സിമിലാരിറ്റീസ് ഇൻ ദ മൂവ്മെൻറ്റ്, ഇതാ യെസ്. പിന്നെ നമ്മളെ തിരി കത്തിക്കുന്ന ദീപമില്ലേ, അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കാണലില്ലേ. പിന്നെയോ നമ്മളെ എന്ത് ചെയ്യൂ, ക്ലോക്കിൻ്റെ പെൻഡുലം ഇങ്ങനത്തെ സാധനം ഇതാ ഈ ഒരു മീൻ പൊസിഷനിൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. പിന്നെയോ ഊഞ്ഞാൽ സെൻറ്ററിൽ തൂക്കിയിട്ടുണ്ടാവും, നമ്മൾ ഫ്രണ്ടിലേക്കും വരും പിന്നെ ബാക്കിലേക്കും പോവും അല്ലേ, യെസ്. ഈ ഒരു ഹാങ്ങിങ് ലാമ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ വലിച്ചിട്ട് വിടുകയാണ്, യെസ്. ഇങ്ങനെ പോവും, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും. പിന്നെയോ അതിന് പറയുന്ന പേരെന്താണ്, ദ ടു ആൻഡ് ഫ്രോ, ഇതൊരു ഇംഗ്ലീഷിലുള്ള ഒരു പ്രയോഗമാണ്, ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് എ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ. ഓസിലേഷൻ്റെ എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറഞ്ഞു, സ്വിങ്ങിൻ്റെ മോഷൻ പറഞ്ഞു, പെൻഡുലം പറഞ്ഞു അല്ലേ. നമ്മളെ ലാബിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിമ്പിൾ പെൻഡുലം ശരിക്ക് ഇങ്ങനെ ഉണ്ടാവുക, പിന്നെ പക്ഷേ നമ്മളെ ലാബിലുള്ള സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബോബെല്ലാം കാണിച്ചാന്നില്ലേ, അതിൻ്റെ ബോബ് കാണിച്ചാന്നില്ലേ, യെസ്. ഇതാ അതിൻ്റെ ഒരു സ്ട്രിങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഒരു ബോബ് ഇങ്ങനെ തൂക്കിയിട്ട്